മകളുടെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോൾ ചില അമ്മായിയമ്മമാർ അടിമുടിയങ്ങ് മാറും. പിന്നെ മരുമകനായിരിക്കും അവിടെ ഇമ്പോർട്ടൻസ്. സ്വന്തം ഭർത്താവിനും കാണില്ല, മകൾക്കും കാണില്ല. മരുമകൻ വരുമ്പോഴേക്കും അയ്യോ എൻ്റെ മോൻ വന്നോ എന്ന് പറഞ്ഞ് ഓടി അങ്ങ് ചെല്ലും. ഇന്ന് നമുക്ക് നില എഴുതിയ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നില, യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 1.5 വർഷമായി. ഹസ്ബൻഡ് ഗൾഫിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ അമ്മ മാട്രിമോണിയൽ സൈറ്റിൽ കൂടി കണ്ടുപിടിച്ച വരനാണ്. എനിക്ക് ചേർന്ന ആളാണെന്ന് പറഞ്ഞാണ് അമ്മ അത് സെലക്ട് ചെയ്തത്. എനിക്കും ഒരു തെറ്റുകുറ്റവും തോന്നിയില്ല. സുമുഖൻ, സുന്ദരൻ, പിന്നെ എന്നേക്കാൾ 6 വയസ്സിന് മൂത്തതാണ്. അപ്പം അമ്മ പറഞ്ഞു, ഭർത്താക്കന്മാർക്ക് ഒരു 10 വയസ്സെങ്കിലും കൂടുതൽ വേണം. കുറച്ച് മെച്യൂരിറ്റി ഉണ്ടെങ്കിലേ ഭാര്യമാരോട് സ്നേഹത്തോടുകൂടി പെരുമാറൂ. അതുപോലെ നിയന്ത്രിച്ച് നിർത്താനും പറ്റുകയുള്ളൂ. സമപ്രായമായി കഴിഞ്ഞാൽ എന്തടാ നിനക്ക് എന്താ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചി നടക്കുകയല്ലാതെ കാര്യമായ കാര്യങ്ങളൊന്നും നടക്കില്ല. ജീവിതത്തിൽ ഒരു ഗൗരവവും കാണില്ല എന്നമ്മ പറഞ്ഞു. ആർക്കറിയാം അമ്മയുടെ ഓരോരോ ഇൻ്റർപ്രിട്ടേഷൻസ്. അച്ഛനാണെങ്കിൽ അമ്മ പറഞ്ഞതിന് എതിരൊന്നും നിൽക്കില്ല. പിന്നെ ഞാൻ ഒറ്റ മകളാണ്. എനിക്കുള്ളത് ഒരു ചേട്ടനുമാണ്. അപ്പം പിന്നെ അവർ പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വല്ല ഒളിച്ചോടുകയോ എൻ്റെ ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ എൻ്റെ സ്വത്തും എനിക്ക് കിട്ടാനുള്ളതും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം സാഹസത്തിനൊന്നും ഞാൻ മുതിർന്നിട്ടില്ല. ചിലരോടൊക്കെ എനിക്ക് നല്ല പ്രേമം തോന്നിയിട്ടുണ്ട്. ഞാനൊരു പ്രേമക്കാരിയാണ്. പക്ഷേ അച്ഛനും അമ്മയും അവരെ 2 പേരെ ഓർത്ത് ഞാൻ എൻ്റെ ഇളക്കമൊക്കെ കുറച്ച് വെച്ചാണ് ജീവിച്ചത്. വീഡിയോ കോളിലൂടെ കണ്ടാണ് ആദ്യം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അത് കഴിഞ്ഞ് എമർജൻസി ലീവ് എടുത്ത് വന്നു. അന്ന് ഞങ്ങളുടെ നിശ്ചയമുണ്ടായിരുന്നു. പിന്നെ 4 മാസം കഴിഞ്ഞ് വിവാഹം. പുള്ളി അന്ന് 4 മാസത്തെ ലീവിനാണ് വന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് 4 മാസം ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അടുത്ത് തന്നെ ബന്ധുക്കളൊക്കെ ഉണ്ട്, സഹോദരിമാരുമുണ്ട്. അവരാരും ഒന്നിനും വരുന്ന ആളുകളല്ല. കാര്യം എല്ലാവരും ബിസിയാണ്. പിന്നെ അമ്മയാണെങ്കിൽ ഒരു സൈലൻറ്റ് ടൈപ്പാണ്. അധികമൊന്നും സംസാരിക്കില്ല. അവരെ കൊണ്ട് എനിക്കൊരു തലവേദനയുമില്ല. അപ്പോൾ ആരെക്കൊണ്ടാണ് നിനക്ക് തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ആറ്റിറ്റ്യൂഡാണ് എനിക്ക് ആദ്യം മുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. ഞങ്ങൾ വിരുന്നിന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഉടനെ തന്നെ എൻ്റെ ഭർത്താവിനോട് ചോദിക്കുകയാണ്, കണ്ടിന്യൂസ് വിരുന്ന് കഴിഞ്ഞ് 2 ആഴ്ചയായല്ലോ നിങ്ങളെ കണ്ടിട്ട്. മോനെ എങ്ങനെയുണ്ട് എൻ്റെ മോള്? അവളെ നീ മെരുക്കിയെടുത്തോ? ഞാൻ ചോദിച്ചു, മെരുക്കിയെടുക്കാൻ ഞാനതിനെ കൊമ്പനാനയോ? അപ്പോൾ അമ്മ എൻ്റെ ഭർത്താവിനോട് പറയുകയാണ്, മോനെ കൊമ്പനാനെ വേണേലും മെരുക്കിയെടുക്കാൻ പെട്ടെന്ന്, പക്ഷേ ഇവളെ മെരുക്കിയെടുക്കാൻ പറ്റില്ല. മഹാ അഹങ്കാരിയാണ്. പിന്നെ മോന് ഇവളെ മെരുക്കുമെന്ന് എനിക്കറിയാം. മോനതിനുള്ള കഴിവും തൻ്റെ ഉണ്ടെന്ന് ആദ്യം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ആക്ച്വലി മാട്രിമോണിയിലെ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് മോനെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. കുറേ ചെക്കന്മാരെ ഞാനിങ്ങനെ കണ്ടതാണേ. പക്ഷേ മോന് മാത്രം എന്തോ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവളെ ശരിയായി ഗൈഡ് ചെയ്യാൻ മോന് മാത്രമേ പറ്റൂന്നാണ് എനിക്കെപ്പോഴേ തോന്നി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് നന്നായിട്ട് ചൊറിഞ്ഞു വന്നു. അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? ഗൈഡ് ചെയ്യാൻ ഞാനെന്തോ പ്രശ്നക്കാരിയാണോ? എന്തായാലും അന്നേരം ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. മുറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് എന്നോട് പറയുകയാണ്, അമ്മയ്ക്ക് എന്നോട് എന്ത് വലിയ കൺസിഡറേഷനാണ്. എൻ്റെ അമ്മയാണെങ്കിൽ പണ്ടോട്ടെ അധികം സംസാരിക്കില്ല. നിൻ്റെ അമ്മ നന്നായി സംസാരിക്കും. അതുമാത്രമല്ല നിൻ്റെ സ്വഭാവങ്ങളെല്ലാം അമ്മയ്ക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് വാണിംഗ് ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട്, നീ അറിയാതെ. അത് കേട്ടപ്പോൾ ആദ്യമായി ഞാൻ കല്യാണം കഴിഞ്ഞ് പൊട്ടിത്തെറിച്ചു. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എൻ്റെ അമ്മ എന്നെക്കുറിച്ച് കുറ്റങ്ങളെല്ലാം പറയുന്നു. അത് കേട്ട് നിങ്ങളങ്ങ് ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു അമ്മ മകളുടെ കുറ്റം ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കൂ. എൻ്റെ അമ്മയ്ക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട്, അല്ലാതെ എനിക്ക് കുഴപ്പമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്കൊരു കുഴപ്പമില്ല. നേരത്തെ ഒരു ബന്ധം പോലുമില്ല. വീട്ടിലെ അമ്മയും അച്ഛനും പറഞ്ഞത് കേട്ട് ഒരു വിവാഹത്തിന് സമ്മതിച്ച പെൺകുട്ടിയാണ് ഞാൻ. എനിക്കെന്താ കുഴപ്പം? ഇത്ര ദിവസം നിങ്ങളോട് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും കുഴപ്പം എനിക്ക് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വഴക്കിട്ടു. അപ്പം ഭർത്താവ് പറഞ്ഞു, നീ ഒന്ന് അടങ്ങ്. അമ്മ നിന്നോടുള്ള കൺസിഡറേഷൻ കൊണ്ടാണ് പറയുന്നത്, പിന്നെ എന്നോടുള്ള കൺസിഡറേഷൻ കൊണ്ടും. ഓ, ഇതായിരുന്നോ കൺസിഡറേഷൻ? എനിക്കറിയില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ സൂക്ഷിച്ചു നിന്നു, അതായിരിക്കും നല്ലത്. അമ്മയുടെ വാക്ക് കേട്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ വരരുത്. മിക്കവാറും നമ്മൾ 1 വർഷമാകുന്നതിന് മുമ്പ് പിരിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസം പിണക്കമായിരുന്നു. അമ്മ അത് കണ്ടുപിടിച്ചു. എന്താണ് നിങ്ങൾ തമ്മിലിപ്പോൾ അടുപ്പമില്ലാത്തത്? അമ്മ എന്തിനാ ഞാനറിയാതെ എൻ്റെ ഭർത്താവിനെ വിളിച്ച് എൻ്റെ കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്? കുറ്റങ്ങളാണോടി? നിന്നെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അല്ലേ? ഞാൻ നിൻ്റെ അമ്മയല്ലേ? നിന്നെ എങ്ങനെ ഗൈഡ് ചെയ്യണമെന്ന് ഞാൻ അവരോട് പറഞ്ഞു കൊടുത്താണ്.
നിന്നെ ശരിക്കും മനസ്സിലാക്കെങ്കിലല്ലേ ഉള്ളൂ അവനും ഗുണം, അല്ലെങ്കിൽ അവൻ്റെ ദാമ്പത്യം പുഷ്ടിപ്പെടുമോ? അപ്പം അമ്മ ദാമ്പത്യം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയാണ് അതൊക്കെ പറഞ്ഞത്. പിന്നെ അല്ലാതെ നിനക്കെന്തറിയാം? നീ ജീവിതം ഇതുവരെയും കണ്ടിട്ടില്ല, നല്ലൊരു പ്രേമം പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ അമ്മ ജീവിതം കുറെ കണ്ടവളാണ്. അമ്മയുടെ ഉപദേശത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഞാനും എൻ്റെ മരുമകനും കൂടെ അങ്ങനെ പലതും പറയും. നീ അതിൽ തലയിടേണ്ട കാര്യമില്ല. അവൻ എൻ്റെ കുഞ്ഞാ. അമ്മയുടെ ഈ സ്നേഹവും തുള്ളിച്ചാട്ടവുമെല്ലാം അടിമുടി അഭിനയമാണെന്ന് എനിക്ക് തോന്നുന്നു. കുഞ്ഞാണെങ്കിൽ മടിയിലിരുത്തി പാല് കൊടുക്കുവടി, കൊടുക്കേണ്ടി വന്നാൽ ഞാൻ കൊടുക്കും. നീ നിന്റെ പാട് നോക്ക്, നീ നിന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന കാര്യം നോക്ക്. ഞാനാണെങ്കിൽ എൻ്റെ മരുമകനെ പരിഗണിക്കട്ടെ. നിനക്ക് എന്നോട് തർക്കിക്കട്ടെ യാതൊരു കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പിണങ്ങെങ്കിൽ നീ അത് തീർക്കുക, എനിക്കതിന് കാര്യമില്ല. എന്നാലും എൻ്റെ മരുമകനെ പിണക്കാൻ എനിക്ക് പറ്റില്ല. അവൻ നമ്മുടെ വീട്ടിലേക്ക് വന്ന് കയറിയ ഒരു കുട്ടിയല്ലേ. അവൻ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ചോദിച്ചറിയും. അവൻ ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അവനങ്ങ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. നാട്ടിൽ വരുമ്പോഴെങ്കിലും അവനെ ആരെങ്കിലും ശ്രദ്ധിക്കണ്ടേ? അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒന്ന് നിരങ്ങിയിരിക്കാൻ പോലും വയ്യ. പണ്ടൊക്കെ അവർ നന്നായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തു കാണും. ഇപ്പോൾ അവർക്കത് വയ്യല്ലോ. ആ സ്ഥാനം ഞാനങ്ങ് അപഹരിക്കുന്നതേ ഉള്ളൂ. നിനക്കതിന് എന്താടി അസൂയ? എന്നിട്ട് സ്വന്തം മരുമോളോട് ഇങ്ങനെയൊന്നും കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആ സ്ത്രീ ഇവിടെ വരുമ്പോഴേക്കും ഒട്ടും ഇഷ്ടമല്ല. മകൻ കല്യാണം കഴിച്ച് 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ ഇവിടുന്ന് അവരെ പറഞ്ഞു വിട്ടില്ലേ? മരുമക്കളോടെല്ലാം ഒരേ ഇഷ്ടമാണെങ്കിൽ മരുമകളോടും മരുമകനോടും ഒരേപോലെ ആയിരിക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ നാവടഞ്ഞു. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല. നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞുപോയി. ആക്ച്വലി എൻ്റെ ഭർത്താവിനോട് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ഭർത്താവ് അമ്മയുടെ സ്നേഹം ആസ്വദിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരുന്നത്. അമ്മയ്ക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട്, നിനക്കതിൻ്റെ പകുതി സ്നേഹം പോലുമില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് സത്യം പറഞ്ഞാൽ ആദ്യം എനിക്ക് കല്ലുകടിയായിരുന്നു. ഇടയ്ക്ക് എൻ്റെ അച്ഛൻ അമ്മയോട് പറഞ്ഞു, എടി അവളുടെ മുന്നിൽ വെച്ച് ആവശ്യമില്ലാതെ നീ സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. നിനക്ക് ചിലപ്പോൾ സ്വന്തം മകനെ പോലുള്ള സ്നേഹമായിരിക്കാം, എന്നാലും അവർ ഭാര്യാഭർത്തക്കന്മാരാണ്, അവരെ വെറുതെ വിടുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മ, എൻ്റെ ദൈവമേ, ഇവിടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ലേ? എൻ്റെ മകള് ഇത്രയും സ്വാർത്ഥയാകുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ മരുമകനെ സ്നേഹിക്കാൻ പോലും ഇവിടെ സമ്മതിക്കില്ലല്ലോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവളുടെ ദാമ്പത്യ ജീവിതം എന്താകുമോ എന്തോ. നല്ല സ്വഭാവമുള്ളൊരു ചെക്കനാണ്, ഇവള് ചെന്ന് അവനെ വഷളാക്കും. എൻ്റെ മോൻ്റെ ഗതി എന്താകും എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന ഡ്രാമയായിരുന്നു. അമ്മയ്ക്ക് എൻ്റെ ഭർത്താവിനെ കണ്ട് ഇളക്കം തട്ടിയതാണോ അതോ കണ്ണ് മഞ്ഞളിച്ചതാണോ? എനിക്ക് ഒന്നും അറിയില്ല. ആകെക്കൂടി ഒരു കൺഫ്യൂഷനായിരുന്നു. എങ്കിലും ഞാൻ ആദ്യമൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോയില്ല. അങ്ങനെ ഈ 4 മാസത്തിനിടയ്ക്ക് ഒരു വട്ടം എന്തോ പറഞ്ഞ് ഞങ്ങൾ രണ്ടിനോട് പിണങ്ങി. ആ സമയത്ത് എന്നോട് പറഞ്ഞു, എനിക്ക് ഇന്നൊരു പുരമാറ്റമുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെതാണ്, അതൊന്ന് അറ്റൻഡ് ചെയ്യണം, നീ എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, തനിയെ പോയാൽ മതിയെന്ന്. എടി, ഹൗസ് വാമിങ്ങിന് പോകാൻ വേണ്ടി ഗിഫ്റ്റ് സെലക്ട് ചെയ്യണം, നീ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിങ്ങൾ തനിയെ പോയാൽ മതിയെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാറുമെടുത്ത് ഇറങ്ങിപ്പോയി. വീട്ടിൽ ചെന്ന് അമ്മയെ വിളിച്ചു. എന്നിട്ട് ഒരുക്കി ഗിഫ്റ്റ് മേടിക്കാൻ പോയി. എൻ്റെ ഭർത്താവ് തനിയെ പോയെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് അച്ഛൻ വിളിച്ചത്, എടി അവൻ വന്ന് അമ്മയും കൊണ്ട് പോയല്ലോ, നീ പിണങ്ങിയെന്ന് മറ്റും പറഞ്ഞ് കേട്ടല്ലോ. ചേടാ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ ഭർത്താവിനും ഇതെന്ത് കേടാണ് എന്ന് ഞാൻ ഓർത്തു. 2 പേരെയും ഞാൻ മാറി മാറി വിളിച്ചു, പക്ഷേ എടുത്തില്ല. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇവിടുത്തെ അമ്മയോട് പറഞ്ഞിട്ട് സ്കൂട്ടിയിൽ എൻ്റെ വീട്ടിലേക്ക് പോയി. അങ്ങോട്ടായിരിക്കുമല്ലോ ആദ്യം വരിക, അമ്മയെ അവിടെ കൊണ്ടുവിടണ്ടേ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നെ സമാധാനിപ്പിച്ചു. എടി, നിൻ്റെ അമ്മയ്ക്ക് നിൻ്റെ ചേട്ടനോട് അത്രയ്ക്ക് ഇഷ്ടം ഇപ്പോഴില്ല. കാര്യം അവൾ പറഞ്ഞ പെണ്ണിനെ അല്ലല്ലോ അവൻ കല്യാണം കഴിച്ചത്, അതുകൊണ്ടാണ് ദേഷ്യം. പക്ഷേ നീയാണെങ്കിൽ അവൾ പറഞ്ഞ ചെക്കനെ കല്യാണം കഴിച്ചു, അതുകൊണ്ട് അവനോട് നല്ല കൺസിഡറേഷനുമുണ്ട്, അതായിരിക്കും കാര്യം. ഞാൻ പറഞ്ഞു, പക്ഷേ എനിക്കിതെല്ലാം കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല. എങ്കിൽ നിന്നോട് ഞാൻ ഇന്നുവരെ പറയാത്ത ചില കാര്യങ്ങൾ പറയാം. ഞാനും നിൻ്റെ അമ്മയും കൂടെ കല്യാണം കഴിച്ചത് വീട്ടുകാരെ എതിർത്തിട്ടാണ്, പ്രേമിച്ച്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലേക്ക് എനിക്ക് തിരിച്ചു ചെല്ലാൻ ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ജോലിയുണ്ട്, ചുറ്റുപാടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ജീവിച്ചു. എല്ലാം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നിൻ്റെ അമ്മയ്ക്ക് ദുരൂഹമായ സ്വഭാവങ്ങളുണ്ടെന്ന് എനിക്കറിയാം. അവളെ ഞാൻ കൈയോടെ പിടിച്ചതാണ്. ഒരു പ്രാവശ്യം എനിക്ക് കാസർഗോഡേക്ക് ട്രാൻസ്ഫർ കിട്ടിയല്ലേ, അന്ന് നിങ്ങൾ 2 പേരും മുതിർന്ന കുട്ടികൾ തന്നെയാണ്.
പക്ഷേ നാട്ടുകാരെല്ലാം എന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നുണ്ടെന്ന്. ഞാനത് അന്വേഷിച്ചറിഞ്ഞു. സത്യമായിരുന്നു. വിളിച്ചപ്പോഴേക്കും ഇവൾ വമ്പൻ കള്ളത്തരങ്ങളാണ് പറഞ്ഞത്. അന്ന് ഞാൻ ഇവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. പിന്നെ അവിടെ തന്നെ ക്ഷമ പറഞ്ഞതുകൊണ്ട് ഞാൻ തുടരുന്നു. ആരായിരുന്നു വച്ചാൽ അത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതേപോലെ പ്രായമുള്ളൊരു പയ്യനായതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് പിന്നെയും ടെൻഷനായി. ഞങ്ങൾ രണ്ടുപേരെയും മാറി മാറി വിളിക്കുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. അങ്ങനെ ഒരു 10:45 കാറ് വീടിൻ്റെ അവിടെ നിൽക്കുന്നു. ഞാനും അച്ഛനും കൂടെ സിറ്റൗട്ടിൽ നിൽക്കുകയാണ്. അമ്മ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേ വേച്ച് പോകുന്നു. ഉടനെ തന്നെ എൻ്റെ ഭർത്താവ് വന്ന് വിളിച്ചിട്ട്, അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ കുടിക്കരുതെന്ന്, ഒന്ന് പോടാ. 2, 3, 4 പെഗ് അടിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, ഞാൻ ജില്ല നിൽക്കും. എൻ്റെ ഭർത്താവ് എനിക്ക് പണ്ട് ഒഴിച്ചൊഴിച്ച് തരുമായിരുന്നു, ഇല്ലേ ചേട്ടാ എന്ന് ചോദിച്ചു. അച്ഛൻ ഒന്നും മിണ്ടിയില്ല. ഭർത്താവ് അമ്മയെ പതുക്കെ പിടിച്ച് സ്റ്റെപ്പിലേക്ക് കയറ്റി. എന്നിട്ട് അമ്മ പതുക്കെ കയറ്, ഞാൻ പറഞ്ഞതല്ലേ കുടിക്കണ്ടെന്ന്. അപ്പം അമ്മ പറഞ്ഞു, ആദ്യം നീയല്ലേടാ പറഞ്ഞത് എന്നോട് കുടിക്കാൻ. ആണ്, ഒരു പെക്കൊന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഉടനെ അമ്മ ഇത്രയും കുടിക്കുമെന്ന് വിചാരിച്ചോ? ഒന്ന് പോടാ, നീയാണ് എനിക്ക് എല്ലാം ഒഴിച്ചു തന്നത്, എൻ്റെ ചക്കരക്കുട്ടൻ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് ഞാൻ ഭർത്താവിനെ രൂക്ഷമായി നോക്കി. ഭർത്താവ് ചിരിയോടുകൂടി തല കുനിച്ചു. അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? നിങ്ങളോട് ഞാൻ വിവാഹത്തിന് മുമ്പ് സംസാരിച്ചിരുന്ന ആ സ്വഭാവമല്ല നിങ്ങൾക്കും എൻ്റെ അമ്മയ്ക്കും എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എടീ ക്ഷമിക്ക്, ഞാനും കുടിച്ചു. എൻ്റെ ഫ്രണ്ട് നിർബന്ധിച്ചപ്പോൾ അമ്മയോട് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഒരു പെഗ് വേണമെന്ന് പറഞ്ഞു. പിന്നെയും കൊടുത്തത് ഞാൻ തന്നെയാണ്. മനുഷ്യ, എന്ത് ഡേഞ്ചറസ് ആണ്. മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും വട്ടാണോ? അതൊന്നും ഒരു കുഴപ്പമില്ല, ഞാൻ നല്ല സ്റ്റേബിളാണ്. പിന്നെ ഇന്ന് നിന്നോട് ഞാനൊരു കാര്യം പറയാം. മദ്യപിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴില്ലേ നിൻ്റെ അമ്മ എന്നോട് വേറെ ചില വർത്തമാനങ്ങളാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അമ്മ എൻ്റെ ദേഹത്ത് തൊട്ടിട്ട് പറയുകയാണ്, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ്. നിന്നെ കണ്ടപ്പോൾ എൻ്റെ പഴയ കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എനിക്കൊരാളെ ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് എൻ്റെ ഒരു സാറായിരുന്നു. പക്ഷേ അങ്ങേരോട് പ്രണയം വെളിപ്പെടുത്താൻ എനിക്ക് പറ്റിയില്ല. നിന്നെ കാണുമ്പോൾ അങ്ങേരെ എനിക്ക് ഓർമ്മ വരുന്നെന്ന് പറഞ്ഞ് അമ്മ എൻ്റെ ദേഹം മുഴുവനും തഴുകിയിടേ. അമ്മേ, ഈ ചെയ്യുന്നത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് ശ്രദ്ധിച്ചില്ല. എനിക്കതിനുള്ള അധികാരവും അവകാശമുണ്ടെന്ന് പറഞ്ഞ് അമ്മ ഗിയർ മാറ്റാൻ വരെ ശ്രമിച്ചു. മോളെ, ഒരു കണക്കിനാണ് ഞാൻ രക്ഷപ്പെട്ടത്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞത്? അതേടി, അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവിൽ നിന്ന് എനിക്ക് സന്തോഷവും സമാധാനവും ഇപ്പോൾ കിട്ടുന്നില്ല. ഞാൻ പ്രേമിച്ചാണ് അങ്ങേരെ കല്യാണം കഴിച്ചത്. കുറേ നാളൊക്കെ അങ്ങേർ എല്ലാ കാര്യത്തിലും ഓക്കെയായിരുന്നു. എനിക്ക് പക്ഷേ പലപ്പോഴും നീണ്ട ഒരു ടൈം സ്നേഹവും ലാളനകളും ആവശ്യമാണ്. അതൊക്കെ കിട്ടാതായി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദാമ്പത്യം ശരിക്കും പറഞ്ഞാൽ പട്ടുപിടിക്കുന്ന പോലെയായി. ഞാൻ പലപ്പോഴും പല വഴിയിൽ കൂടെയും പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഭർത്താവ് തന്നെ തകർത്തിട്ടുണ്ട്. എന്നാൽ അങ്ങേര് മെച്ചപ്പെടാൻ ഒട്ടും ശ്രമിച്ചിട്ടുമില്ല മോനെ. എനിക്ക് നിന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പഴയ കാര്യങ്ങൾ ഓർമ്മ വരുന്നു. നിനക്ക് എങ്ങനെയാണ്? ടൈം കൂടുതലുള്ള ആളാണോ? ആണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി നീ കുറേ സമയം മാറ്റിവെക്കണം. അമ്മ കുടിച്ചിട്ട് എന്തൊക്കെയായി പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറയുകയാണ്, ശരി, നീ മരുമകനാണ്, മകൻ്റെ സ്ഥാനമാണ്, നിനക്ക് വയ്യ, എന്നോട് ഇഷ്ടമില്ല. ഓക്കെ, ഞാനിപ്പോൾ ചെയ്തതും പറഞ്ഞതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നിനക്ക് നാട്ടിൽ കൂട്ടുകാരില്ലേ? അല്ലെങ്കിൽ അവധിക്ക് വരുന്ന നിൻ്റെ ഗൾഫിലെ ഫ്രണ്ട്സ് ഇല്ലേ? അവർക്ക് ഓരോ ആളുകളെ മീറ്റപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടി ആവലോട് കാത്തിരിക്കല്ലേ? അതിൽ സൗന്ദര്യമുള്ള സുന്ദര കുട്ടപ്പന്മാരുണ്ടെങ്കിൽ നീ എനിക്ക് രഹസ്യമായിട്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് കണക്റ്റ് ചെയ്യണം. അമ്മ ഏത് സ്ഥലത്ത് വേണമെങ്കിലും കള്ളത്തരം പറഞ്ഞ് അവരെ പോയി കണ്ടോളാം. കാര്യം അമ്മ ഇപ്പോൾ ആവശ്യങ്ങളുടെ മാതാവാണ്. അമ്മയ്ക്ക് ഒത്തിരി ആവശ്യമുണ്ട്. 1, 2, 3 വർഷങ്ങളായിട്ട് അമ്മ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. എൻ്റെ ഭർത്താവ് വെറുതെ നോക്കുകുത്തിയാണ്. കുലം കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന വമ്പൻ നദിയെ ആരോ അണക്കെട്ട് കെട്ടി തിരിച്ചു നിർത്തിയിരിക്കുന്ന പോലെയാണ് അമ്മയ്ക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഉള്ളിൽ ആകെക്കൂടി ഒരു സമ്മർദ്ദമാണ്. ആരെങ്കിലും അണക്കെട്ട് പൊളിക്കാൻ വരുമോയെന്ന് അമ്മ കാത്തിരിക്കുകയാണ്. ചിലപ്പോൾ നിനക്ക് ഇത് വിചിത്രമായി തോന്നിയേക്കാം, പക്ഷേ എനിക്ക് നിന്നോട്
പറയാൻ തോന്നുന്നു. നിനക്കിഷ്ടമാണെങ്കിൽ നിൻ്റെ കൂടെ എല്ലാ കാലത്തും ഞാൻ കാണും. എൻ്റെ മകളുടെ ഭാവിയോ അവളുടെ ഇഷ്ടമോ ഒന്നും ഞാൻ നോക്കുന്നില്ല. എൻ്റെ ഇഷ്ടങ്ങളാണ് എനിക്ക് ഏറ്റവും വലുത്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, പക്ഷേ നിൻ്റെ 2 കൂട്ടുകാരെങ്കിലും എന്നെ പരിചയപ്പെടുത്തണം. അല്ലാതെ ഞാൻ തനിയെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് അത് സക്സസ് ആകുമെന്ന് തോന്നുന്നില്ല. മോനെ പ്ലീസ് എന്ന് പറഞ്ഞ് അമ്മ ഇവിടെ വരുന്നത് വരെ കെഞ്ചുകയും കേഴുകയും ചെയ്യുകയായിരുന്നെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഇതൊക്കെ കേട്ട് ശരിക്കും ഞാൻ തകർന്നു പോയി. പിന്നീട് ഭർത്താവ് മദ്യലഹരിയിൽ കൂർക്കം വലിച്ച് ഉറങ്ങി. എനിക്കാണെങ്കിൽ ഉറക്കം പോവുകയും ചെയ്തു. രാവിലെ ഞാൻ ഇതൊന്നുകൂടി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് അവിടെയും ഇവിടെയും തൊടാതെ സംസാരിച്ചു. ഞാൻ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ചു എന്നും സമ്മതിച്ചു. ഇനി അമ്മയോട് ചോദിക്കണോ അതോ അച്ഛനോട് ചോദിക്കണോ? ഈ വിഷയം എങ്ങനെയെങ്കിലും ഹാൻഡിൽ ചെയ്യണമെന്ന് തോന്നി. അച്ഛനോട് പറയാം എന്ന് വിചാരിച്ച് സംഭവങ്ങൾ അച്ഛനോട് ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞു. മോളെ, പ്രായമാകുമ്പോൾ ആണുങ്ങൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടാകും. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ പ്രശ്നമുണ്ട്. ശരിയാണ്, അവളിപ്പോഴും ചെറുപ്പക്കാരിയെ പോലെ ഇരിക്കാൻ ശ്രമിക്കുന്നു. എനിക്കതിന് കഴിയുന്നുമില്ല. ആ കാര്യം പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞാണ് അവൾ എന്നെ പേടിപ്പിച്ച് നിശബ്ദനാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവളെ അടക്കാനോ നിയന്ത്രിക്കാനോ എനിക്ക് പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യും മോളെ, ഒന്നും ചോദിക്കാൻ പോണ്ട. നിൻ്റെ ഭർത്താവിനെ ഇവിടെ നിർത്താതിരിക്കുക. നിൻ്റെ ഭർത്താവിനെ നിൻ്റെ അമ്മയുമായിട്ട് അടുപ്പിക്കാതിരിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ വേറൊരു വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. കാര്യം നമ്മളിത് പറഞ്ഞ് ബഹളം ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തുള്ളവരറിയും. പിന്നെ ഈ കഥകളൊക്കെ കേട്ടിട്ട് നിൻ്റെ ഭർത്താവും പുണ്യാളനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിൽ പിന്നെ ഞാൻ ഭർത്താവ് പോകുന്നത് വരെ എൻ്റെ വീട്ടിലേക്ക് വന്നില്ല. ഭർത്താവിനെയും ശക്തമായി ഞാൻ മോണിറ്റർ ചെയ്തു. പിന്നെ പോകുന്ന സമയത്ത് ടാറ്റ പറയാനാണ് വന്നത്. അപ്പോഴൊന്നും അമ്മയ്ക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. മുഖം വക്രിച്ച് പിടിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ സമാധാനപ്പെടുത്തി ഞാൻ ഭർത്താവിനെ ഗൾഫിലേക്ക് വിട്ടു. ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ നിന്നു. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ വരും. അപ്പോൾ കുത്തും കോളും വെച്ച് എൻ്റെ അമ്മ സംസാരിക്കും. ഓ, അവൾക്ക് മാത്രമേ ഭർത്താവുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു വട്ടം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, യന്ത്രങ്ങളെപ്പോലെ മനുഷ്യർക്ക് ഒരിക്കലും പ്രവർത്തിക്കാൻ പറ്റില്ല. അമ്മയുടെ സൂക്കേട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭർത്താവിന് മനസ്സിലായി. അമ്മയുടെ ഭർത്താവിനെയും അമ്മ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ കുഴപ്പം അമ്മയ്ക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഇനി കുഴപ്പമല്ല, അമ്മയുടെ ആവശ്യമാണെങ്കിലും അമ്മ പുറത്തിറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ നാട്ടുകാരോ വീട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെക്കാൾ നാണക്കേട് അമ്മയ്ക്കായിരിക്കും. ഇത്രയും ഇളക്കം കാണിക്കുന്ന അമ്മ എന്നോടെന്താ പറഞ്ഞത്? നീ പ്രേമിക്കരുത്, പ്രേമിച്ച് വിവാഹം കഴിക്കരുത്, ഞാൻ പറയുന്ന ചെക്കനെ മാത്രമേ കല്യാണം കഴിക്കാവൂന്ന്. എന്തിന്? മകളുടെ ഭർത്താവിനെ തട്ടിയെടുക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അച്ഛനെ അങ്ങ് ഡൈവോഴ്സ് ചെയ്യ്. എന്നിട്ട് അമ്മ ഇഷ്ടമുള്ളൊരു ചെറുപ്പക്കാരനെ കല്യാണം കഴിക്കുക. ഞാനും സപ്പോർട്ടാണ്. പിന്നെ ചേട്ടനോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിക്കാം. മരുമകന് സപ്പോർട്ട് കാണും. അതൊക്കെ കേട്ട് അമ്മ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ കുറ്റബോധം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, സമയവും പ്രശ്നങ്ങളുമാണല്ലോ അമ്മയ്ക്ക് ഏറ്റവും പ്രശ്നം. അങ്ങനെയാണെങ്കിൽ എന്നോട് ചേട്ടൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇതിനൊക്കെ ശരിക്കും യന്ത്രങ്ങൾ കിട്ടും. യന്ത്രങ്ങൾക്ക് ഒരു സമയം ആവശ്യമില്ല. ബാറ്ററിയോ അല്ലെങ്കിൽ ചാർജോ തീരുന്നത് വരെ കർമ്മനിരതമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഒന്നും മിണ്ടിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരെണ്ണം ചേട്ടൻ കണ്ടുപിടിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ആഴ്ച വരും. അമ്മയ്ക്ക് ഞാനത് സമ്മാനിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയൊന്നും മിണ്ടിയില്ല. അച്ഛൻ എന്നോട് പിന്നീട് ചോദിച്ചു എന്താണതെന്ന്. സത്യം പറഞ്ഞാൽ അച്ഛൻ ശ്രദ്ധിക്കില്ലായിരുന്നു. ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടി വന്നു. ഹസ്ബൻഡിനോട് ചർച്ച ചെയ്തപ്പോൾ ഹസ്ബൻഡ് അങ്ങനൊരു ഓപ്ഷൻ പറഞ്ഞു. ഇപ്പോൾ പുള്ളി നല്ല പിള്ളയാണല്ലോ ഗൾഫിലിരിക്കുന്നത് കൊണ്ട് അമ്മയെ വിളിക്കുന്നേ ഇല്ലെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ലോകത്തിൽ ഒരു സ്ത്രീയും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ ചെയ്തതെന്ന് തോന്നുന്നു. അത് ഡെലിവറി ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. എന്നിട്ട് അതെങ്ങനെയാണെന്നും പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. ഇവർക്ക് കൗൺസിലിങ്ങോ മറ്റോ കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു വലിയ പ്രശ്നമാകും. പിന്നെ നാണക്കേടോ മാനക്കേടോ വരുമെന്ന് ഓർത്ത് ഞാനന്ന് ഇങ്ങനൊരു വഴിയാണ് മാഡം കണ്ടുപിടിച്ചത്. പിന്നെ കുറേ നാളത്തേക്ക് ഒരു പ്രശ്നവുമില്ല. ഭർത്താവ് എന്നോടൊന്നും ചോദിക്കുന്നില്ല, ഞാൻ അമ്മയോടൊന്നും ചോദിക്കുന്നില്ല. ആർക്കും ആരുടെയും കാര്യങ്ങളൊന്നും അറിയില്ല. ഒന്നും സംസാരിക്കാറുമില്ല. എന്തെങ്കിലും വിശേഷം ചോദിക്കും. എല്ലാം കെട്ടടങ്ങി സ്മൂത്തായിട്ട് പോവുകയാണെന്ന് ഞാൻ വിചാരിച്ചു. 1.5 മാസത്തിന് മുമ്പ് ഹസ്ബൻഡ് ലീവിന് വന്നു. കാര്യങ്ങളൊക്കെ മറന്നെന്ന പോലെ ആക്ട് ചെയ്ത് ഞാനും ഭർത്താവുടെ വീട്ടിൽ പോയി. അവിടെ അമ്മയും സന്തോഷവതിയായിരുന്നു. വളരെ നോർമലായിട്ടായിരുന്നു പെരുമാറ്റം. പണ്ടത്തെ പോലെ ഒന്നുമില്ല. ഞാനും ഹസ്ബൻഡും തമ്മിലും നല്ല സ്നേഹം. ഹസ്ബൻഡ് വന്നു കഴിഞ്ഞ് ഏകദേശം
ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ആർക്കോ എന്തോ പാക്ക് കൊടുക്കാനുണ്ട്. തൃശ്ശൂർ ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞ് കാറുമെടുത്തിറങ്ങി. അത് സ്വാഭാവികമല്ലേ, അതുകൊണ്ട് ഞാനും ശ്രദ്ധിച്ചില്ല. വൈകിട്ട് 8 മണിയായപ്പോഴാണ് തിരിച്ചു വന്നത്. ഇടയ്ക്ക് ഉച്ചയ്ക്കൊക്കെ എന്നെ വിളിക്കുകയും ചെയ്തു. ഫ്രണ്ടിനെ കണ്ടു, അവിടെ നൂണ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് 1-2 പിക്ചർ അയച്ചു തന്നു. ഓക്കെ, നല്ല കാര്യം. പക്ഷേ രാത്രി 9:30 ആയപ്പോൾ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴുണ്ട് എൻ്റെ അച്ഛന് വിളിക്കുന്നു. രാവിലെ പോയ അമ്മ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. തൃശ്ശൂർ ഒരു കല്യാണമുണ്ടെന്ന് പറഞ്ഞ് അമ്മ പോയതാണ്. കൂട്ടുകാരിയുടെ മകൻ്റെ കല്യാണമാണെന്നാണ് പറഞ്ഞത്. അച്ഛനും കൂടി വരാമെന്ന് പറഞ്ഞപ്പോൾ അത് സമ്മതിച്ചില്ല. എന്നെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ പോയിട്ട് വരാം, ഇവിടുന്ന് വണ്ടിയുണ്ട് എന്ന് പറഞ്ഞു പോയി. അതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും അച്ഛൻ അറിയില്ല. അച്ഛനധികം ശ്രദ്ധിച്ചതുമില്ല. ഇതൊക്കെ പതിവാണല്ലോ, അമ്മ തനിയെ വെളിയിൽ പോകാറുണ്ട്. അത് ഒരത്ഭുതമായിട്ട് തോന്നുന്നില്ല. പക്ഷേ ഇത്രയും നേരമായിട്ടും വിളിച്ചിട്ടെടുക്കുന്നില്ല, തിരിച്ചു വന്നതുമില്ല. ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു അത്ഭുതം തോന്നി. 2 പേരും പോയത് തൃശ്ശൂരേക്ക്, അമ്മ തിരിച്ചു വന്നതുമില്ല. ഞാൻ ഭർത്താവിനോട് കാര്യം പറഞ്ഞപ്പോൾ ഒന്നും അറിയാത്ത ഭാവത്തിൽ, അമ്മ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമായിരിക്കും, അവിടെ വണ്ടിയിലല്ലേ പോയത്, തിരിച്ചു വരും. അച്ഛനോട് സംസാരിക്കാത്തത് എന്താണെന്ന് ആർക്കറിയാം. ഞങ്ങൾ 2 പേരും വിളിച്ചു, ഭർത്താവും വിളിക്കുന്നതായി അഭിനയിച്ചു. പക്ഷേ ഇതൊന്നും ശരിയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ ഭർത്താവിനോട് വലിയ വഴക്കുണ്ടാക്കി. 10:30 ആയപ്പോൾ അച്ഛൻ വിളിച്ചു. മോളെ, അമ്മ എന്നെ വിളിച്ചിരുന്നു. വന്നോ അച്ഛാ? ഇല്ല, വന്നില്ല. അവളിനി ഇങ്ങോട്ട് വരുന്നില്ലെന്നാ പറഞ്ഞത്. അത് കേട്ട് ഞാൻ പിന്നെയും ഞെട്ടി. അതെന്താ? അത് അവൾ ഇഷ്ടപ്പെട്ടൊരു പാർട്ണറെ കണ്ടുപിടിച്ചെന്നും ഇനി അവർ തൃശ്ശൂരായിരിക്കും താമസം, ഇങ്ങോട്ട് വരുന്നില്ല, ഞാനുമായുള്ള എല്ലാ കണക്ഷനും അവസാനിപ്പിച്ചെന്ന് പറഞ്ഞു. അച്ഛന് വലിയ ദുഃഖമൊന്നും ഉണ്ടായിരുന്നില്ല. പോയെങ്കിൽ പോയിക്കോട്ടെ, എന്തായാലും കാര്യങ്ങളൊക്കെ റെഡിയായല്ലോ എന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു. അമ്മയെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ അമ്മ എടുത്തു. ഞാൻ ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ ജീവിതം ഇനിയെങ്കിലും ഞാൻ ജീവിച്ചു തീർക്കട്ടെ, യന്ത്രങ്ങളിൽ ഒതുക്കാൻ എനിക്ക് പറ്റില്ല മോളെ. അമിതമായ ആവേശം ഒരു മനോരോഗമാണെങ്കിൽ കൂടിയും അതിന് ചികിത്സയില്ല. അതൊക്കെ മനുഷ്യർക്ക് എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തല്ലേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി ചോദിച്ചപ്പോൾ പറയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ശല്യമുണ്ടാക്കില്ലെന്ന് പറഞ്ഞ് അമ്മ കട്ട് ചെയ്തു. ഞാൻ ഹസ്ബൻഡ് എന്തോ കള്ളത്തരം പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഗൾഫിലിരുന്നപ്പോഴും ഹസ്ബൻഡിന് മെസ്സേജ് അയക്കുമായിരുന്നു, ഇഷ്ടമാണ്, നീ അടുത്ത വട്ടം വരുമ്പോഴേക്കും എൻ്റെ അടുത്തേക്ക് വരണം, അവൾ അറിയണ്ടെന്നൊക്കെ പറഞ്ഞ്. അവസാനം ഹസ്ബൻഡിന് ഗത്യന്തരമില്ലാതെ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സൊക്കെ നാട്ടിലുണ്ട്, ഞാൻ അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ ശരിയാക്കി തരാമെന്ന്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ ഫ്രണ്ട്സ് വരുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിലുള്ള ഫ്രണ്ട്സിനോടോ എൻ്റെ ഹസ്ബൻഡ് പറയും. അങ്ങനെ അമ്മ പകൽ സമയത്ത് അവരെ മീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരിക്കലും അച്ഛനത് മനസ്സിലാക്കിയില്ല. കാര്യം പുള്ളിക്കാരി സ്വന്തം ഇഷ്ടപ്രകാരം യാത്ര ചെയ്യുന്നത് പതിവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടുത്ത കാലത്തായി ഹസ്ബൻഡ് പരിചയപ്പെടുത്തി കൊടുത്ത ഒരു ഫ്രണ്ട് അമ്മയോട് ഭയങ്കരമായി സ്നേഹം പ്രകടിപ്പിച്ചു. അവനും മുതിർന്നൊരു സ്ത്രീയോടാണ് ഇഷ്ടം. അങ്ങനെ 2 പേരും കൂടെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെയാണ് പിന്നീടൊരു പ്രണയം ഉദിച്ചു വന്നത്. അങ്ങനെ ആ ചെക്കൻ്റെ കൂടെ ജീവിക്കാനാണ് അമ്മ പോയത്. അവർ 2 പേരും കൂടി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, അവിടെ താമസമാണ്. അതിനുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തത് എൻ്റെ ഭർത്താവാണ്. എന്തിനു നിങ്ങളിത് കാണിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ എപ്പോഴും എന്നോട് പറയുകയാണ് അമ്മയുടെ കൂടെ നിൽക്കാൻ. എനിക്കാണെങ്കിൽ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും സജീവമായിട്ട് എപ്പോഴും അമ്മയുടെ ഇഷ്ടത്തിന് നിൽക്കാൻ പറ്റില്ല. കാര്യം അത്രയ്ക്ക് വലിയൊരു ആൻറ്റി ലവറൊന്നുമല്ല ഞാൻ. ടൈം പാസിന് ചിലപ്പോൾ ഞാനും അതിൽ പെട്ടുപോകും. അപ്പോൾ നീയും ഞാനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതവും തകർന്നു പോകും. അമ്മയ്ക്ക് ഇങ്ങനൊരു ജീവിതം അത്യാവശ്യമാണ്, അല്ലാതെ അമ്മയെ പിടിച്ചാൽ കിട്ടില്ല. ഇടയ്ക്കൊക്കെ നമുക്ക് അമ്മയെ അവിടെ പോയി കാണാമെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ഭർത്താവിന് ഇഷ്ടപ്പെട്ട ഏതോ സെറ്റപ്പിലേക്ക് അമ്മയാക്കി. സത്യം പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല. ഇവരുടെയൊക്കെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണെന്നും എനിക്കറിയില്ല. എൻ്റെ ദാമ്പത്യം നിലനിൽക്കുമെന്ന് പോലും അറിയില്ല. മൊത്തം സംശയങ്ങളാണ് മാഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വിചിത്രമായ കഥയിൽ എനിക്കൊരു കാര്യം തോന്നുന്നത് പറയാം. കാര്യം നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ അമ്മായിയമ്മയും തമ്മിൽ നല്ലൊരു അന്തർധാരയുണ്ട്. സദാചാരപരമായി ജീവിക്കണമെന്ന് അവർക്ക് 2 പേർക്കും ഒരു ഉദ്ദേശമുള്ള കൂട്ടത്തിലല്ല. അപ്പോൾ 2 പേരും കൂടി അവിടെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയത്. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. സാധാരണ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരോ നോർമൽ ചിന്താഗതിയുള്ളവരോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല.
തീർച്ചയായിട്ടും സൈക്കോളജിക്കലി കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന സ്വഭാവവിശേഷങ്ങളുള്ള ആളുകളാണ് നിങ്ങളുടെ ഹസ്ബൻഡും കൂട്ടുകാരും അതേപോലെ അമ്മയുമൊക്കെ. അവർ ചേർന്ന് പോകുമായിരിക്കും, പക്ഷേ നിങ്ങളുമായി ചേർന്ന് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ദാമ്പത്യത്തിൽ നിങ്ങൾ സഹിക്കുന്നതോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതോ ജാഗരൂകയായിരിക്കുന്നതോ ഒക്കെ നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഇവരിൽ നിന്നൊന്നും കൂടുതൽ നന്മകൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത്. അനാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നതിന് മുമ്പ് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഇനിയും തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അവരുടെ പാട്ടിനെ വിട്ടിട്ട് നിങ്ങളുടെ നല്ല ജീവിതം നോക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആരും കൊച്ചുകുട്ടികളൊന്നുമല്ല. ഇതിനുള്ളിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുള്ളത് കൊണ്ട് സൂക്ഷിച്ചും കണ്ടും ജീവിക്കാൻ എന്നല്ലേ പറയാൻ പറ്റൂ. അല്ലാതെ അവരെ തിരുത്താൻ നിങ്ങൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല.